വെൽക്കം ടു ഫിലി ടോക്സ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു ഫ്രഞ്ച് ആക്ഷൻ സിനിമയാണ്. പാരീസിലെ ഒരു ടൗൺ, ഡിസ്ട്രിക്ട് 13. ആ ടൗണിന് ചുറ്റും വലിയ മതിലുകളുണ്ട്. അവിടെ ജനിച്ചു വളർന്നവർക്ക് മാത്രമേ പ്രധാനമായും അവിടേക്ക് പ്രവേശനമുള്ളൂ. ഒരുപാട് ക്രിമിനൽസും മയക്കുമരുന്ന് കച്ചവടങ്ങളും മറ്റ് നടക്കുന്നതുകൊണ്ടും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ അല്ലാത്തതുകൊണ്ടുമാണ് അത് വേറൊരു ഏരിയയായി തരംതിരിച്ചിരിക്കുന്നത്. പ്രധാന കഥാപാത്രമായ ലൈറ്റോ വില്ലനായ താഹയുടെ കുറച്ച് മയക്കുമരുന്നെടുത്ത് അത് നശിപ്പിച്ച് കളയുന്നു. ഇത് തിരിച്ചെടുക്കാനായി താഹ തൻ്റെ ആളുകളെ ലൈറ്റോയുടെ അടുത്തേക്ക് വിടുന്നു. എന്നാൽ ഈ സമയം ലൈറ്റോ താഹയുടെ അടുത്തെത്തുകയും അയാളെ തോക്കിന് മുന്നിൽ നിർത്തി താഹയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ പോലീസ് താഹയെ വെറുതെ വിടുകയും ലൈറ്റോയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലൈറ്റോയുടെ അനിയത്തിയായ ലോലയെ താഹ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ലോലയെ അയാൾ ഒരു അടിമയെപ്പോലെ ഉപയോഗിക്കുന്നു. 6 മാസത്തിന് ശേഷം കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ക്യാപ്റ്റൻ ഡാമിയന് ഒരു മിഷൻ വരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഒരു ബോംബ് ഡിസ്ട്രിക്ട് 13 ആളുകൾ മോഷ്ടിച്ചിരിക്കുന്നത് താഹയാണ്. അത് കണ്ടെത്തി ഡിഫ്യൂസ് ചെയ്യണം. 24 മണിക്കൂറിനുള്ളിൽ അത് ഡിഫ്യൂസ് ചെയ്തില്ലെങ്കിൽ ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും. എന്നാൽ ക്യാപ്റ്റൻ ഡാമിയന് ഡിസ്ട്രിക്ട് 13 കുറിച്ച് അധികം അറിവില്ലാത്തതുകൊണ്ട് ലൈറ്റോയെ ജയിലിൽ നിന്ന് ഇറക്കുന്നു. ലൈറ്റോയ്ക്ക് തൻ്റെ അനിയത്തിയെ താഹയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ഡാമിയന് ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. ഇതിനുവേണ്ടി രണ്ടുപേരും നടത്തുന്ന ശ്രമങ്ങളാണ് പിന്നീട് അങ്ങോട്ട്. 1.5 മണിക്കൂറിൽ താഴെയാണ് സിനിമയുടെ ഡ്യൂറേഷൻ. അതുകൊണ്ട് തന്നെ സിനിമ വളരെ ഫാസ്റ്റായാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തരി പോലും ലാഗ് അടുപ്പിക്കുന്നില്ല. 2004 റിലീസായ സിനിമയാണ്. സിനിമയുടെ പേര് ഡിസ്ട്രിക്ട് 13. വളരെയധികം പാർക്കൻ രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും ഗൺഷോട്ട് സീക്വൻസുകളും സിനിമയിലുണ്ട്. സിനിമയുടെ മറ്റൊരു പ്രത്യേകത സിനിമ പാർക്കൻ രംഗങ്ങളിലും ആക്ഷൻ സീനുകളിലോ ട്രോപ്പോ VFXോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അടുത്ത വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുള്ള ഗംഭീരമായ സിനിമകൾ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമയിൽ വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫിലി ടോക്സ്.